വൈശാഖ മഹോത്സവം 2026 പൊയിൽ കഞ്ഞിപ്പുര ചെക്യാട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊയിൽ കഞ്ഞിപ്പുര കോഴിക്കോട് ജില്ലയിലെ ചെക്യാട് പഞ്ചായത്തിലാണ് പൊയിൽ കഞ്ഞിപ്പുര. 5 ദിവസത്തെ ഒരു നാട്ടുകൂട്ടായ്മ തന്നെയാണിത്. സ്നേഹവും സഹകരണവും ഒത്തുചേരുന്ന ഒരു കഞ്ഞിപ്പുര മഹോത്സവം തന്നെയാണിവിടം. രാവിലെ ചായയും ഉച്ചയ്ക്ക് സ്വാദിഷ്ടമായ കഞ്ഞിയും ചക്കയും ഉൾപ്പെടുന്ന ഭക്ഷണം, രാത്രി നാടൻ കലാപരിപാടികളോടെയുള്ള പായസം ഉൾപ്പെടുന്ന ഭക്ഷണവും ഈ 5 ദിവസവും ഉണ്ടായിരിക്കുന്നതാണ്. 100 വർഷത്തിന്റെ മേലെ പാരമ്പര്യമുള്ള ഒരു കഞ്ഞിപ്പുരയാണ്. മുമ്പൊക്കെ കുറഞ്ഞ കഞ്ഞിയും ഭക്ഷണമെല്ലാം ചെയ്ത് ഒരു ദിവസം ഭക്ഷണം മാത്രമായിട്ട് നടത്തുന്നതാണ്. ഇപ്പം കുറച്ചു കാലങ്ങളായിട്ട് 5 ദിവസത്തെ ഉത്സവമായിട്ട് നടത്തുന്നത്. വളരെ ഭംഗിയായിട്ട് 5 ദിവസം കഞ്ഞിയും പിന്നെ ആയിരക്കണക്കിന് ആൾ പങ്കെടുത്തുകൊണ്ട് രാത്രി 5 ദിവസം ഭക്ഷണമായിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രായമുള്ള കുറെ ആൾക്കാരുടെ കഠിന പ്രാർത്ഥന കൊണ്ടാണ് ഈ കഞ്ഞിപ്പുര ഇവിടെ നിലനിന്നത്. അതിൽ ഒരുപാട് പേരെടുത്ത് പറയാനുണ്ട്. പിന്നെ ഇവിടുത്തെ ചെക്കയുടെ പിന്നെ നെച്ചോളിക്കണ്ണട്ടെ, കുന്നനാൽക്കണ്ണ അച്ഛൻ, എൻ്റെ അച്ഛൻ, പാറയൽച്ചിക്കനേച്ച്, പിന്നെ തായപ്പിടിയൽച്ചിക്കനേച്ച്, ഇങ്ങനെ കുന്നത്തെ കോരച്ച്, ഇങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് പ്രായമുള്ള ആൾക്കാരെ ആണ് ഇത് നിലനിർത്തി കൊണ്ടുവന്നത്. ഇപ്പോ അവരെ പാരമ്പര്യമായിട്ട് അവരെ മക്കളെ മക്കളും അങ്ങനെ അതിന്റെ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും എല്ലാവരും സഹായം കൊണ്ടാണ് ഇപ്പോ ഇത് നല്ല രീതിയിലായിട്ട് നടന്നു പോകുന്നത്. ഇവിടെയുള്ള ആൾക്കാർ മാത്രമല്ല, കടവത്തൂരിന്നും കല്ലിക്കണ്ടിന്നും ഇരിങ്ങണ്ണൂര്, തൂണേരി, വളയം, കുറ്റിക്കാട് ഇവിടെ നല്ല ആൾക്കാർ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നേർച്ചകളും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇവിടെ കാര്യമായ ഒരു പിരിവൊന്നും ഇവിടെ എടുക്കലില്ല. ഇവിടെ വരുന്നവര് ഇവിടെ കൊടുക്കുന്ന സാമ്പത്തികം കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. എന്നാലും അരിയും ചക്ക എന്തും എല്ലാ സാധനങ്ങളും ഇവിടെ ഇഷ്ടം പോലെ ഇൻസ്റ്റൻസ് എത്തുന്നുണ്ട്. ഇവിടുന്ന് 29-ാം തീയതി ഇവിടുന്ന് അങ്ങ് പേരാവൂരേക്ക് അക്കരെ കടക്കാൻ പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതുകൂടി 29-ാം തീയതിയാണ്. 28-ാം തീയതി രാത്രി വരെ ഭക്ഷണം ഉണ്ടാവും. 24-ാം തീയതി മുതൽ 24, 25, 26, 27, 28 ഇങ്ങനെ 5 ദിവസത്തിൽ കഞ്ഞി രാത്രി ഭക്ഷണം. പിന്നെ 29-ാം തീയതി ഇവിടുന്ന് അക്കരെ കിടക്കും. പിന്നെ കാര്യമായിട്ട് ഇതന്നെ ആൾക്കാർ നല്ലോണം പങ്കെടുക്കുന്ന ഒരു ചെക്യാട് പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു കഞ്ഞിപ്പുരയാണ് ചെക്യാട് പൊയിൽ കഞ്ഞിപ്പുര. ഇതിനെപ്പറ്റി ഒരുപാട് പ്രശംസിക്കാനുണ്ട്, കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമുക്ക് പറയാം. കുറച്ചു പേര് ഇവിടെ അവില് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലത്തെ ചായക്ക് അവില് കുഴച്ചതും നേന്ത്രപ്പഴവുമാണ്. ചക്ക ഇങ്ങനെ റെഡിയായി കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം ഇവിടെ ഈർക്കിലി ശേഖരിക്കുകയാണ്. ഓലയിൽ നിന്ന് പ്ലാവില കുത്താൻ, കഞ്ഞി കുടിക്കാനുള്ള പ്ലാവില കുത്താൻ വേണ്ടിയാണ് ഈർക്കിലി. രണ്ടുപേരിവിടെ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്, കഞ്ഞിക്കും മറ്റു ആവശ്യങ്ങൾക്കുമുള്ള തേങ്ങ. ഇതിനിടെ ചായ കുടിക്കുന്നവരുണ്ട്. രാവിലത്തെ ചായ അവില് കുഴച്ചതും കട്ടൻ ചായയുമാണ്. സെറ്റും മുണ്ടൊക്കെ ധരിച്ച സുന്ദരിയായ ഒരു വല്യമ്മേനെയും കാണാം. ഇനി പൊയിൽ കഞ്ഞിപ്പുരയുടെ ചക്ക വിശേഷങ്ങളിലേക്ക് പോകാം. കഞ്ഞിപ്പുരയ്ക്ക് മുൻവശത്തായി ടേബിളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൽ പേപ്പർ വിരിച്ച് ചുറ്റിലും കൂടിയിരുന്നാണ് സ്ത്രീകൾ ചക്ക അരിഞ്ഞിടുന്നത്. ഏകദേശം 200-ൽ കൂടുതൽ ചക്കകൾ ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നേർച്ച പറഞ്ഞവർ തന്നെയാണ് ഇവിടെ ഈ ചക്കകളൊക്കെ ശേഖരിച്ച് തലേ ദിവസം ഇവിടെ എത്തിക്കുന്നത്. ഒരു ചക്ക മഴുകൊണ്ട് മുറിച്ചിട്ട് വീണ്ടും അതിനെ കൊടുവാള് കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി സ്ത്രീകൾക്ക് അരിഞ്ഞിടാൻ പാകത്തിൽ ചെയ്തു കൊടുക്കുന്ന പുരുഷന്മാരും. രാവിലെ 7-നും 7:30-ക്കും ഇടയിലായി ചക്ക അരിഞ്ഞിടൽ ആരംഭിക്കുന്നതാണ്. ഏകദേശം 2-3 ഉരുളിയിലുള്ള ചക്ക ദിവസവും ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇവിടെ എത്തപ്പെടുന്ന എല്ലാവർക്കും ചക്കയും കഞ്ഞിയും ഉണ്ടാവും. അതിനു പുറമെ ഇവിടെ ബാക്കി വരുന്നവ എല്ലാ വീടുകളിലേക്കും അവരുടെ വീടുകളിലേക്കും ഈ ചക്കയും കഞ്ഞിയും കൊടുക്കുന്നതുമാണ്.
അരിഞ്ഞു വെച്ച ചക്ക ഒരു വലിയ സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് പാചകം ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇവിടെ കുറച്ച് മുതിർന്നവർ കഞ്ഞി കുടിക്കാനുള്ള പ്ലാവില ഇങ്ങനെ കുത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാവില കുത്തിയെടുക്കുന്നതിനിടയിൽ നാട്ടുവർത്തമാനങ്ങളും ചിരികളും തമാശകളും ഒക്കെയുണ്ട്. ഏകദേശം 12 മണിയാകുമ്പോഴേക്കും ഒന്നാം ഉരുളിയിലുള്ള ചക്കയൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഉരുളിയിലേക്കുള്ള ചക്ക ഈ വലിയ സ്റ്റീൽ പാത്രങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. മഞ്ഞളിന്റെ കാന്തിയോടെ ഇതാ ചക്കക്കേമന്മാർ ഉരുളിയിൽ കഴിക്കാൻ പാകത്തിന് റെഡിയായിരിക്കുന്നു. ഇനി പോയിൽ കഞ്ഞിപ്പൊരിയുടെ രാത്രിയുള്ള മാങ്ങാക്കറി, അതിനുള്ള മാങ്ങ ഇവർ അരിഞ്ഞിടുകയാണ്. വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ്, പക്ഷെ രാത്രി ഭക്ഷണത്തിനാണ് ഉണ്ടാവുക. ചക്കയെ ചട്ടുകത്താൽ തിരിച്ചും മറിച്ചുമിട്ട് ഇളക്കി പാകത്തിന് ശരിയാക്കിയെടുക്കുന്ന ചെറുപ്പക്കാരൻ. ആശ്വാസത്തിന്റെ പുകവിട്ട് ചക്ക കാന്തിയോടെ വമ്പൻ ഉരുളിയിലും. ആവി പറക്കുന്ന കഞ്ഞിയെ ചൂട് കുറച്ചു കിട്ടാൻ മറ്റൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. ഞാൻ കൃഷ്ണൻ കയ്യേരിക്കൽ. ഇവിടുത്തെ പറ്റി പറയുകയാണെങ്കിൽ 100-120 കൊല്ലം ആയതിങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു. ഇതൊരു കൂട്ടായ്മയാണ്, നാട്ടുകൂട്ടായ്മയായിരുന്നു. എല്ലാവരും വന്ന് ചേരും, വിളിക്കൊന്നും വേണ്ട, എല്ലാവരും വന്ന് ചേർന്ന് എല്ലാ സംഗതിയും നടത്തി പോകും. അതായത് നല്ല ഞാൻ എൻ്റെ അറിവ് വെച്ചാൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഞാനുള്ളത്. നല്ല ഒരു കൂട്ടായ്മ ഇവിടെ, പെണ്ണുങ്ങളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ എല്ലാം നല്ല രീതിയിൽ വന്ന് ചേർന്ന് എല്ലാം കഴിച്ചു കൂട്ടിയിട്ട് നിൽക്കുക നല്ലത്. നാളെ 7 മണിയാകുമ്പോൾ ഇവിടെ വരും. പിന്നെ ചക്ക എല്ലാം അരിഞ്ഞിടും. നാളെ എല്ലാവരുടെ സഹകരണം കൊണ്ട് നല്ല നിലയിൽ നടന്നു പോകുന്നു. നാളെ കാലശേഷവും നല്ല നിലയിൽ നടന്നു പോകണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുള്ള. പിന്നെ എല്ലാവരും നല്ല സഹകരണം. ഒരു സാധനത്തിനും ഒരു ബുദ്ധിമുട്ടില്ല. ഈ 5 ദിവസവും നല്ല ആഘോഷം പോലെ ഞങ്ങൾ കഴിക്കുന്നു. ഇനിയും ഇങ്ങനെ സാധിക്കട്ടെ. പിന്നെ അതിനുള്ള എല്ലാ വരുമാനവും ഇവിടെ വരട്ടെ. വരുമാനത്തിനൊന്നും ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവരും ഓരോരുത്തരുടെ വകയിൽ ഓരോ ദിവസം കഞ്ഞിയെല്ലാം കൊടുത്ത് വളരെ സഹകരണം. രാത്രി ഭക്ഷണത്തിനെല്ലാം ഓരോരുത്തരുടെ വകയില. അതുകൊണ്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ നല്ല നിലയിൽ നടന്നു പോകും. ഇത് കൊറേ കൊല്ലം ചെറുപ്പത്തില് ഉള്ളതാ. അന്നേരം ഇത്തിര ഇല്ല. ഇപ്പൊ ഇങ്ങനെ കൂടി വരുന്നു. ഒരുപാട് നേർച്ച വരുന്നുണ്ട്. കഞ്ഞിപ്പരിയെല്ലാം ഉഷാറാക്കി. ഇങ്ങനെ നെല്ലിയാണ് കഞ്ഞിപ്പര. ആദ്യം ചെറിയൊരു കട്ടപ്പരിയും ഇപ്പൊ ഉഷാറായ. ഇപ്പം കൂടി കൂടി വരുന്നു നേരത്തെ എല്ലാം. ഇപ്പൊ ആദ്യം ഒരു ദിവസത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു. മോന്തിക്ക് പോകുന്നതിന്റെ തലേദിവസം. ഇപ്പൊ എല്ലാ ദിവസവും മോന്തിക്ക് ഭക്ഷണം ചക്ക കഞ്ഞിയും. വണ്ടിയിൽ ഞാനും ഞാൻ ഒരു 50 കൊല്ലത്തോളം ഇപ്പൊ ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞേരെ അതിന്റെ മുമ്പേ ഉണ്ട് ഇവിടെ. എല്ലാവരും സഹകരിക്കുകയും എല്ലാവരും ഒന്നിച്ച് നിന്ന് ആദ്യം ഇത് മേശയൊന്നുമില്ല, ടേബിളൊന്നുമില്ല, നിലത്തിരുന്നിട്ട് എല്ലാം ചക്കയെല്ലാം അരിഞ്ഞിടുക എല്ലാം അതിനും. പിന്നെ ഇങ്ങനെ ഇപ്പൊ ആകുമ്പോ ഇപ്പൊ ടേബിളും കസേരയെല്ലാം ഇട്ടിട്ട് എല്ലാവരും പുരോഗമിച്ച് വരുന്നുണ്ട് എല്ലാം. പിന്നെ എല്ലാവരും സഹകരിച്ചിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും സഹകരിച്ചിട്ടുള്ളൊരു കഞ്ഞിപ്പൊരിയ. ഇപ്പൊ അതൊന്നും വേണ്ടല്ലോ. ഇപ്പൊ അരപ്പിച്ച് കൊണ്ടിടാ എല്ലാം ആക്കാം. മറ്റിച്ചായ അമ്മയും അരച്ചിട്ട് എല്ലാം ആക്കുന്ന കാലം അവിടെ. കൊട്ടൂര് വൈശാഖോത്സവത്തിന്റെ ഭാഗമായിട്ട് അവിടെ പ്രധാനപ്പെട്ട നടക്കുന്ന ഒരു ചടങ്ങാണ് ഇളനീരഭിഷേകം. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മലബാറിൽ നിന്ന് എല്ലാ കഞ്ഞിപ്പുരയിൽ നിന്നും ഏപ്രിൽ 14 വിഷു കഴിഞ്ഞതിന് പിറ്റേ ദിവസം മുതൽ പിന്നെ ഇളനീരഭിഷേകത്തിന് ഇളനീർ കൊണ്ടുപോകുന്നവരുടെ വ്രതം എടുത്ത് 14 മുതൽ വ്രതം എടുത്തിട്ടാണ് ഇളനീർ കൊണ്ടുപോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഇളനീർ കൊണ്ടുവന്ന ഭക്തന്മാർ വിഷു കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ മത്സ്യമാംസങ്ങളും മറ്റ് പ്രധാനപ്പെട്ട ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വ്രതത്തിലായിരിക്കും. അതിന്റെ ഭാഗമായി വ്രതം എടുത്തുകൊണ്ട്
കൊട്ടിയൂര് നീരെഴുന്നള്ളത്തുള്ള ദിവസം നമ്മുടെ വ്രതം എടുത്തുകൊണ്ടുള്ള അതിൻ്റെ ചടങ്ങായ കഞ്ഞിപ്പുരയിൽ നിൽക്കൽ ചടങ്ങ് നടക്കും. അന്ന് മുതൽ രാവിലെ കഞ്ഞിപ്പുരയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം കുളിച്ച് ഭക്ഷണമായിട്ട് കഞ്ഞി മാത്രവും, രാത്രി അതുപോലെ അന്നദാനം, പിന്നെ അരി ആഹാരം 2 പ്രാവശ്യം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും നടത്തപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് കൊട്ടിയൂരെ നെയ്യഭിഷേക ദിവസം ഇവിടുന്ന് മറ്റൊരു സങ്കേതമായ പേരാവൂരേക്ക് സ്ഥലം മാറി പോവുകയും അവിടെ 8ഓളം ദിവസം നിന്നിട്ട് അവിടുന്ന് ഇളനീരഭിഷേകമായ ദിവസം കൊട്ടിയൂരിൽ പോയി ഇളനീരഭിഷേകം ചെയ്ത് തിരിച്ചു വരുന്നൊരു പരിപാടിയാണിത്. എൻ്റെ പേര് ഭാസ്കരൻ. ഈ കുയിൽ കഞ്ഞിപ്പുര സുമാർ ഒരു 100 വർഷത്തിന്റെ മേലെയായി ഇതേ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഇവിടെ 5 ദിവസത്തെ കഞ്ഞിയും അതുപോലെ തന്നെ 5 ദിവസം മത്തായവും, പിന്നെ 500 ആയിരക്കണക്കിന് ആൾക്കാർ ദിവസം കഞ്ഞി കുടിക്കാനും അതുപോലെ തന്നെ കഞ്ഞി കൊണ്ടുപോകാനെല്ലാം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തരുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിരിവും കാര്യവും അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നിർബന്ധ പിരിവുകളൊന്നുമില്ല. ജനങ്ങൾ ഇഷ്ടപ്പെട്ട് തരുന്ന പൈസ കൊണ്ടാണ് ഇതെല്ലാം നടത്തി പോകുന്നത്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇതുവരെ നടന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ഈ പ്രദേശത്തിന്റെ ഈ 5 ദിവസം ഈ പ്രദേശത്തെ മൊത്തം ഒരു ആഘോഷമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. കഞ്ഞിപ്പുരയിൽ എങ്ങനെയാണ് ചക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അരിഞ്ഞു വെച്ച ചക്ക ഉരുളിയിലേക്ക് ഇടുന്നു. ഉരുളിയിൽ നിറഞ്ഞു തൂവുന്ന ചക്കയെ നന്നായി കൈകൊണ്ട് അമർത്തി വെക്കുന്നു. പാകത്തിന് മഞ്ഞൾ, മുളക്, ഉപ്പിന്റെ വെള്ളം ഉരുളിയിലുള്ള ചക്കയിലേക്ക് ഒഴിക്കുന്നു. ചക്കക്ക് തീ വെക്കാനുള്ള മടലിടുന്നു. ത്തിനുള്ള ഉപ്പ്, മഞ്ഞൾ, മുളകിന്റെ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് കറിവേപ്പിലയാണ് ഇടുന്നത്. നന്നായി തീ കത്തി തുടങ്ങിയതിന് ശേഷം 3-4 വാഴയില എടുത്ത് അത് നന്നായി മൂടി വെക്കുന്നു. ചക്ക പുറത്ത് കാണാത്ത വിധം ഇല കൊണ്ട് നന്നായി മൂടി വെച്ചിരിക്കുന്നു. അഗ്നി അതിന്റെ ഭംഗിയോടെ ഇലയിട്ട് മൂടിയ ചക്കയ്ക്ക് താഴെയായി നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കഞ്ഞി കുടിക്കാനുള്ള പ്ലാവിലയൊക്കെ റെഡിയായിരിക്കുന്നു. പണി കഴിഞ്ഞ് കുറച്ചു പേർ വിശ്രമവേളയിലാണ്. ചക്ക കഴിക്കാനുള്ള ഉപ്പില അടർത്തിയെടുക്കുകയാണ്. പണ്ടേ കഞ്ഞിപ്പരി ആയതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കും, എല്ലാവരും ചെയ്യും. ചെയ്യില്ലേ എല്ലാവരും എല്ലാവർക്കും താരവാകി കൊടുത്താൽ എല്ലാവരും കൂടിയും അത് ചെയ്തു തരും. മണ്ടി നേർച്ച വന്നാൽ നല്ല ഉഷാറിൽ തന്നെ പിന്നെ എല്ലാവരും നല്ല ജോയിപ്പിലായിട്ട് നല്ല ഒന്നുമില്ല, വാക്കുമില്ല, വർത്താനമില്ല, നല്ല ജോയിപ്പിലായിട്ടെല്ലാം പോകും. അച്ഛൻ്റെ അനിയനായിട്ട് അവിടെ ഉള്ളത്, ഏട്ടൻ്റെ അനിയൻ്റെ മക്കൾ എല്ലാം നല്ല കാര്യം തന്നെ. എത്ര കൊടുക്കുന്നതിൽ എത്ര സമയം എല്ലാം ആയിക്കൊണ്ടിട്ട് എല്ലാവരും നല്ല ഒത്താശയിൽ നല്ല ജോയിപ്പിലായിട്ട് പോകും. 5 ദിവസം കഴിഞ്ഞ് 5 അത്തായോ, 5 ദിവസം രാത്രി ചോറ്. ഓരോരുത്തർ ഇഷ്ടത്തിനെല്ലാം കൊടുക്കാം, എന്ത് വേണ്ടി ഇങ്ങനെയുള്ളത്. പണ്ടേ ഉള്ളൊരു സാധനം അവിടെ അത് കഴിച്ചാലോ വേറൊന്നുള്ളൂ. ഇപ്പൊ സാമ്പാർ വണ്ടികൾക്ക് സാമ്പാർ കൊടുക്കാം, എന്തും കൊടുക്കാം ഇത്രക്ക് ഇഷ്ടപ്പെട്ടിട്ട്, ഇത്ര താല്പര്യമെല്ലാം മുന്നോട്ട് പോകുന്നു.
വീജ തായക്കുടിയിൽ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലത്തേ വരുന്നു. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും വരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും വരുന്നു. ഇവിടെ നല്ല രീതിയിൽ നല്ല ഇതായിട്ട് നല്ല മാങ്ങാക്കറിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്. രാത്രി നല്ല ഭക്ഷണവും കോലക്കളിയും പെണ്ണുങ്ങളെ കോലക്കളിയും നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നല്ല നാട്ടുകാരും കുടുംബക്കാരും നല്ല ഉത്സാഹിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര ഉത്സവമായിട്ട് കൊണ്ടാടുന്നതാ. 5 ദിവസത്തെ പരിപാടി, 6-ാം ദിവസം ഇവിടുന്ന് പോകും. കഞ്ഞിപ്പുരയിൽ 5 ദിവസത്തെ വ്രതവും നോറ്റിരുന്നവർ ആദ്യം കഞ്ഞിയും ചക്കയും കഴിച്ചതിന് ശേഷം മാത്രമാണ് മറ്റുള്ളവർക്ക് ചക്കയും കഞ്ഞിയും കൊടുക്കുക. വാഴപ്പോള ചതുരാകൃതിയിൽ കുത്തിയെടുത്ത് അതിൽ വാഴയില വെച്ച് കഞ്ഞി ഒഴിച്ചിട്ടാണ് കഞ്ഞിയും ചക്കയും കഴിക്കുക. വ്രതം നോറ്റവർ ചക്കയും കഞ്ഞിയും കഴിച്ചു കഴിയുമ്പോഴേക്കും മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ടേബിളുകളിലും കസേരകളിലുമായി കഞ്ഞിയും ചക്കയും കഴിക്കാനുള്ള സൗകര്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സ്വാദിഷ്ടമായ കഞ്ഞിയും ചക്കയും ഓരോരാളുടെയും മുന്നിലും എത്തിക്കൊണ്ടിരിക്കുന്നു. കഞ്ഞിപ്പുരയുടെ സ്നേഹത്തിന്റെയും അധ്വാനത്തിന്റെയും മിടുക്ക് രുചിയൂറുന്ന ഒരു പ്ലേറ്റ് കഞ്ഞിയും ചക്കയും ഞാനും കഴിച്ചു. കഞ്ഞി കഴിച്ചവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കഞ്ഞിയും ചക്കയും കൊടുക്കുന്ന കാഴ്ചയാണിത്.